ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാറൂസ് പാരഡൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ ഗ്രോത്ത് സെറം ഉണ്ടാക്കാനായിട്ടാണ്. അതിനെപ്പറ്റി പറയാനാണ്. ഹെയർ ഗ്രോത്ത് സെറത്തിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്യാരറ്റ് ആണ്. ക്യാരറ്റ് നമുക്കറിയാം കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് ഒത്തിരി സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെയും ഒത്തിരി അതായത് മുടി വളരാൻ ഒത്തിരി സഹായിക്കുന്ന ഒരു സംഭവമാണ് ക്യാരറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാരറ്റ് വെച്ചിട്ടുള്ളൊരു ഹെയർ ഗ്രോത്ത് സെറമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷെ ഞാനിതിന് തലയിൽ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. ഞാനിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് നല്ല കോൾഡ് പിടിച്ചേക്കാണ്, നല്ല തുമ്മലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ തലയിൽ യൂസ് ചെയ്യുന്നില്ല. ഓവർനൈറ്റ് ആണ് നമ്മളിത് ഈ ഒരു ഹെയർ സെറം അപ്ലൈ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ കോൾഡ് കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിതിപ്പോൾ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല, പിന്നീടാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഈ ക്യാരറ്റ് നമ്മുടെ മുടി വളർച്ചയെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ക്യാരറ്റില് വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്. ഈ വിറ്റാമിൻ എ നമ്മുടെ സ്കാൽപ്പിലെ സെബം പ്രൊട്ടക്ഷന്, അതായത് സെബം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പൊ സെബം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കാൽപ്പിനെ നന്നായിട്ട് കണ്ടീഷൻ ചെയ്ത് മുടി കൊഴിച്ചിലൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. കൂടാതെ നമ്മുടെ ഓവറോൾ മുടിയുടെ ഒരു സ്ട്രെങ്ത് കൂട്ടുകയും പിന്നെ കട്ടിയിൽ മുടി വളരാനായിട്ട്, നല്ല ഷൈനിങ്ങോടെ മുടി വളരാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന കുറേ മിനറൽസ് ഉണ്ട്. വിറ്റാമിൻ ബി, സി, ഇ, പൊട്ടാസ്യം, മാഗ്നീഷ്യം, ഫോസ്ഫറസ്, ഇങ്ങനെയുള്ള കുറേ മിനറൽസ് നമ്മുടെ മുടി വളർച്ചയെ കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് എങ്ങനെയാന്ന് വെച്ചാൽ സ്കാൽപ്പിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി നമ്മുടെ മുടി വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മിനറൽസ് ആണ്. അത് ഒത്തിരി ക്യാരറ്റിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മുടി വളർച്ചയെ അത് കൂട്ടാൻ വേണ്ടി സഹായിക്കും. പിന്നെ കുറെ പേര് എന്റെ കമന്റ് സെക്ഷനിൽ ചോദിച്ചതാണ് മുടി നരയ്ക്കുന്നതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളത്. ഈ പ്രീമച്വർ ഗ്രേയിങ് അല്ലെങ്കിൽ മുടി അകാലമായി നരയ്ക്കുക, അകാല നര ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഒരു ക്യാരറ്റ് കഴിക്കുന്നതിലൂടെ സഹായിക്കും. സ്ഥിരമായിട്ട് 1-2 ക്യാരറ്റ് ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുടി നരയ്ക്കുക, പെട്ടെന്ന് മുടി നരയ്ക്കുന്നതൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. സോ നമ്മുടെ മുടിയിൽ ക്യാരറ്റിന്റെ ആ ഒരു, നമ്മളെല്ലാം ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ക്യാരറ്റ് നിങ്ങൾ ഒഴിവാക്കണ്ട കേട്ടോ. ക്യാരറ്റും കൂടി നമ്മുടെ തലയിൽ പരീക്ഷിച്ചു നോക്കാം. പരീക്ഷിക്കുന്നത് വിജയകരം തന്നെ ആയിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഒരു ഡെയിലി 2 ക്യാരറ്റ് കഴിക്കുക, പിന്നെ ഈ ഒരു ഏതെങ്കിലും രീതിയിൽ ഹെയർ മാസ്കോ അല്ലെങ്കിൽ ഹെയർ സെറോ ആയിട്ട് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുക. ഇങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് 1-2 മന്ത്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റം നന്നായിട്ട് വിസിബിൾ ആണ്. ശരിക്കും വിസിബിൾ ആയിട്ടുള്ള മാറ്റം നമുക്ക് കാണാൻ പറ്റും. മുടി നല്ല ഷൈനിങ് ഉണ്ടാവും, നല്ല തിക്ക് ലോങ് ആയിട്ട് മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ മുടി കൊഴിച്ചിലുള്ളവർക്ക് മുടി കൊഴിച്ചിലിന്റെ ആ ഒരു വെയിറ്റ് കുറഞ്ഞു കിട്ടും. നമുക്ക് എങ്ങനെയൊക്കെ ക്യാരറ്റ് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നമുക്ക് ക്യാരറ്റ് ഓയിൽ ഉണ്ടാക്കാം. എണ്ണ കാച്ചുമ്പോൾ എണ്ണ തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുക. ഇപ്പോൾ ഒലീവ് ഓയിൽ ആണെങ്കിൽ അങ്ങനെ, കോക്കനട്ട് ഓയിൽ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പല രീതിയിൽ നമുക്ക് ക്യാരറ്റ് ഓയിൽ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് പല രീതിയിൽ മാസ്കുകൾ ഉണ്ടാക്കാം. ക്യാരറ്റ് യൂസ് ചെയ്തിട്ട് യോഗട്ട് യൂസ് ചെയ്യുക, ക്യാരറ്റ് യൂസ് ചെയ്യുക, അലോവേര യൂസ് ചെയ്യുക, ഇങ്ങനെ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാസ്കുകൾ ഉണ്ടാക്കാം. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ സെറം ആണ്. അത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഹെയർ സെറമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് കോൾഡ് പിടിച്ച കാരണം ഞാനത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫാമിലിയിലേക്ക് വെൽക്കം. പിന്നെ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ആവുമ്പോൾ നമുക്കൊരു വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് ഒരു പ്രചോദനമാണത്. നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുമ്പോൾ. കുറെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ട്, എന്നാലും ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. പോസിറ്റീവ് സൈഡിലേക്ക് ഒന്ന് മാറി നിൽക്കുക. അങ്ങനെ നമ്മൾ മൈൻഡ് സെറ്റ് അങ്ങനെ ആക്കിയാലേ നമുക്ക് നടക്കുകയുള്ളൂ. അപ്പം സപ്പോർട്ട് ചെയ്യാട്ടോ മാക്സിമം. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ക്യാരറ്റാണ്. ഒരു കുഞ്ഞ് ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് പീൽ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ബുദ്ധിമുട്ടാവണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്താലും യാതൊരു പ്രശ്നമില്ല. ഇതിപ്പോൾ മുഴുവൻ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. ചെറുതായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു അരിപ്പയിലേക്ക് ഇത് മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ജ്യൂസ് എടുക്കുകയാണ് ചെയ്യുന്നത്, ക്യാരറ്റിൻ്റെ. അപ്പം നന്നായിട്ട് പ്രസ് ചെയ്ത് ക്യാരറ്റിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കാം. ക്യാരറ്റിൻ്റെ ജ്യൂസ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എവിയോൺ 400 mgയുടെ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്.
മുടി വളരാൻ വേണ്ടിയിട്ട് ഒത്തിരി സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ വിറ്റാമിൻ ഇ ഓയിൽ എന്ന് പറയുന്നത്. അതൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. സ്പ്രേ ബോട്ടിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആണ് തലയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഞാനിത് അപ്ലൈ ചെയ്യുന്നില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു. ഞാനിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് ദിവസത്തേക്ക്. ഇത് നമുക്ക് ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. നല്ലതാണ്, നല്ല ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഹോം റെമഡിയാണിത്. ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഞാൻ ഇതാക്കിയിട്ടുണ്ട്. ഇതിന് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പോവാണ് കേട്ടോ. ഇങ്ങനെ സ്പ്രേ ബോട്ടിലാക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലൊക്കെ കറക്റ്റ് ആ ഒരു പോർഷനിൽ സ്കാൽപ്പിൽ ഡയറക്റ്റ് ഡീപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് ഇറങ്ങി ചെന്ന് അതൊരു മിനറൽസിന്റെ ഒക്കെ ആ ഒരു പ്രവർത്തനം നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ തന്നെ കോട്ടൺ ബോൾസിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. മറ്റ് നമ്മൾ നോർമൽ കൈ വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി ഇഫക്റ്റ് ഉണ്ടെന്നേ ഉള്ളൂ. മറ്റേത് രീതിയിലും നമുക്ക് അപ്ലൈ ചെയ്യുന്നതിനോട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഞാൻ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ മുടി വളരും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഫോളോ ചെയ്യുന്ന ഡയറ്റിൽ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയ ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി വളർച്ചയൊക്കെ എന്തായാലും കൂടും. മുടി കൊഴിയുന്നതൊക്കെ നന്നായിട്ട് കുറയുകയൊക്കെ ചെയ്യും. നമ്മുടെ ന്യൂട്രിയൻ കണ്ടന്റ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ന്യൂട്രിയൻസിന്റെ അളവ് കുറയുന്നത് മൂലമാണ് ശരിക്കും മുടി കൊഴിച്ചിലൊക്കെ ധാരാളം ഉണ്ടാവുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ധാരാളം നല്ല ഫുഡ് കഴിക്കുക, നല്ല ഫ്രൂട്ട്സും നല്ല ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത് ഓവർനൈറ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ, അത് ഓവർനൈറ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്തിട്ട് രാവിലെ കഴുകിക്കളയാണ് ചെയ്യേണ്ടത്. രാവിലെ കഴുകിക്കളയാൻ മറക്കരുത് കേട്ടോ. ഇതിനു മുന്നേ ഞാൻ ചെയ്ത വീഡിയോ ഇഞ്ചി വെച്ചിട്ടുള്ള ജിഞ്ചർ ഹെയർ സെറാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പൊ അത് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ട് കോൾഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ പിറ്റേന്ന് നന്നായിട്ട് കോൾഡ് എനിക്ക് കൂടി. അപ്പൊ എനിക്ക് അന്ന് തല വാഷ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് പിന്നെയും കോൾഡ് കൂടി. അപ്പൊ അതുകൊണ്ട് എനിക്ക് തല വാഷ് ചെയ്യാൻ നേരെ പറ്റാത്തത് കാരണം കോൾഡ് കൂടി വരികയാണ്. മുടി ഇപ്പൊ കൊഴിയുന്നുണ്ട് ചെറുതായിട്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല നിങ്ങളോട്. അതായത് ഈ ഒരു ഹെയർ സെറം അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ വാഷ് ചെയ്ത് കളയാന്നുള്ളത്. അത് നമ്മൾ കുറച്ച് അന്ന് കഴുകിയില്ല, പിറ്റേ ദിവസം കഴുകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മുടി കൊഴിച്ചിൽ ചിലപ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അത് എനിക്ക് പേഴ്സണലി ഇപ്പോഴാണ് അനുഭവപ്പെട്ടത്. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇത് എനിക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ മുടി കൊഴിയുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ മുടി കൊഴിച്ചിലിന്റെ റെമഡീസ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം കേട്ടോ. മുടി കൊഴിച്ചിൽ മാറ്റാനുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി ടാബില്. അതായത് ഒരു 30 days ഹെയർ ഗ്രോത്ത് ചലഞ്ച് എന്നുള്ള രീതിയിൽ ചെയ്യണം എന്നുണ്ട്. പക്ഷെ എത്രത്തോളം പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. കാരണം ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ കുറച്ച് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എനിക്ക് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല സാധാരണ. അതുകൊണ്ടാണ് ഞാൻ 2-3 ദിവസമൊക്കെ ഗ്യാപ്പ് എടുത്തിട്ട് വീഡിയോസ് ചെയ്യുന്നത്. അപ്പം ചെയ്യാൻ പറ്റുമോ അറിയില്ല. മാക്സിമം ട്രൈ ചെയ്യണമെന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 7 ദിവസത്തെ ഒരു പാറ്റേൺ ഞാൻ പറയാം, ഒരു ഹെയർ ഗ്രോത്ത് പാറ്റേൺ ഞാൻ പറഞ്ഞു തരാം. അല്ലെങ്കിൽ ആ ഒരു 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ ആകുമ്പോൾ അത് ആ ഒരു 7 ദിവസം നമ്മൾ പറയുന്ന സെയിം സംഭവം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് 1 monthിലേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാൻ കമന്റ് ചെയ്തോളൂ കേട്ടോ. എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. 7 days ഹെയർ ഗ്രോത്ത് ചലഞ്ച് വേണോ 30 days വേണോ എന്നുള്ളത്. 30 days എനിക്ക് പറ്റുമോ എന്നറിയില്ല, നോക്കട്ടെ ഞാൻ. എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ്. എനിക്കിപ്പോൾ 10,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരോടും താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനിയും സപ്പോർട്ട് ചെയ്യണം. മുന്നോട്ട് നമ്മുടെ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസ് എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം ഏതൊക്കെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ടിപ്പുമായിട്ട് വീണ്ടും വരാം. ദിസ് ഇസ് പാർവതി സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു.